നമുക്ക് ഇന്നൊരു ചിക്കൻ ലിവർ ഫ്രൈഡ് റെസിപ്പി കണ്ടാലോ? അപ്പോൾ അതിന് വേണ്ടി നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചിക്കൻ ലിവർ ഇവിടെ കിട്ടും കേട്ടോ. നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. പിന്നെ ഒരു കുക്കർ എടുത്തതിന് ശേഷം നമുക്ക് ചിക്കൻ ലിവർ ഒരല്പം വെള്ളവും കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി വേവിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അതവിടെ വേകുന്ന സമയം പൊടികൾ റെഡിയാക്കാം. അതായത് ആദ്യം വേണം 2 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി ആണെങ്കിലും നല്ലതാട്ടോ. പിന്നെ ചെറുജീരകം, അതായത് നല്ല ജീരകം. പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്. പിന്നെ മഞ്ഞൾപ്പൊടി 1 സ്പൂണാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് മല്ലിപ്പൊടി വേണം 1 സ്പൂണ്. പിന്നെ ഗരം മസാലയും 1 സ്പൂൺ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു മീഡിയം വലിപ്പമുള്ള തക്കാളി ഉണ്ടല്ലോ, വെള്ളം ചേർക്കാതെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരിച്ച ഒരു തക്കാളിയും വേണം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയാണ്, ചെറുതായി അരിഞ്ഞ സവാള വേണം. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി അല്പം തേങ്ങാക്കൊത്തും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചട്ടി വെച്ചു. ചട്ടി ചൂടായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എണ്ണ ഒഴിക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ഇതിനകത്ത് ഇട്ട് കൊടുക്കും നമ്മുടെ ചതച്ച കൂട്ടാണ്, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ കൂട്ടിട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്നവരെ മൂപ്പിച്ചതിന് ശേഷം ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് നന്നായി വഴറ്റുക. അപ്പോൾ ഈ അരിഞ്ഞ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായി വഴറ്റാം. നന്നായി വഴറ്റി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പൊടികളായിട്ടുള്ള മല്ലിപ്പൊടിയും, മുളക് പൊടിയും, ഗരം മസാലയും, മഞ്ഞപ്പൊടിയും ഉണ്ടല്ലോ, അവയെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അങ്ങ് വഴറ്റണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായി വഴറ്റണം. ഈ സമയം നമ്മുടെ ചട്ടി ചെറു തീയിൽ വേണം കേട്ടോ വെക്കാനായിട്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായി വഴറ്റി കഴിയുമ്പോൾ ഇത് ഈ പരുവത്തിലാവും കേട്ടോ. ഈ സമയമാണ് നമ്മൾ അരച്ച് വെച്ച തക്കാളി ഉണ്ടല്ലോ, മീഡിയം വലുപ്പത്തിലുള്ള തക്കാളി മതി കേട്ടോ. അതിൻ്റെ പേസ്റ്റും കൂടി നന്നായിട്ട് ചേർത്ത് നന്നായിട്ട് വഴറ്റു. ആ പച്ചമണമൊക്കെ മാറുന്ന വഴി വഴറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേവിച്ച് വെച്ച് നമ്മുടെ ലിവർ ഉണ്ടല്ലോ അതുകൂടി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ മഞ്ഞപ്പൊടി ചേർത്താട്ടോ ലിവർ വേവിച്ചത്. ഇതിന് ശേഷം ചെറു ചൂടുവെള്ളം, അതായത് ചെറു ചൂടുവെള്ളം 1/4 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി വറ്റിച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അടിപൊളി ലിവർ ഫ്രൈ റെഡിയാണ്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും ചെറുജീരകവും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്ത് കുറച്ച് പച്ചവെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ അടിപൊളി ലിവർ ഫ്രൈ റെഡിയാണ് മക്കളെ. അതായത് ഇത് ടച്ചിങ്സിനൊക്കെ സൂപ്പറാണ് കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ആ ജീരകം കടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അടിപൊളിയാ. പിന്നെ ഞാനിവിടെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് സവാളയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം എങ്ങനെയുണ്ട് കണ്ടിട്ട്? അടിപൊളിയല്ലേ? അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യാനും എൻ്റെ വീഡിയോ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. ബൈ.